സ്വാഗതം. നമ്മളിന്ന് MA സൈക്കോളജി കോഴ്സിലെ ഒരു പ്രധാന ഭാഗത്തേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ബഹുഭാഷാത്വവും ചിന്താശേഷിയും മൾട്ടിലിംഗ്വലിസം ആൻഡ് കോഗ്നിഷൻ. അതെ. അപ്പോ നിങ്ങൾ തന്ന ഈ മെറ്റീരിയൽ നോക്കുമ്പോൾ ഒന്നിലധികം ഭാഷ സംസാരിക്കുന്നത് അതൊരു തരം മാനസിക വ്യായാമമാണെന്ന് പറയാറുണ്ടല്ലോ. ശരിയാണ്. ഇത് വെറും ആശയവിനിമയം എന്നതിനപ്പുറം ഈ വ്യായാമം നമ്മുടെ ചിന്തയെ, ബുദ്ധിയെയൊക്കെ എങ്ങനെയാ സ്വാധീനിക്കുന്നത്? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും വളരെ കൗതുകകരമായൊരു വിഷയമാണിത്. ഒന്നിലധികം ഭാഷകൾ അറിയുന്നത് ചിന്താരീതികളെ മാറ്റുമോ? ഒരു ഭാഷ മാത്രം അറിയുന്നവരിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യാസപ്പെടുന്നു? അതൊക്കെയാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അതെ. അപ്പോ ആദ്യത്തെ ഒരു സംശയം, ഈ ബഹുഭാഷാ വ്യക്തികൾ അവർ ഓരോ ഭാഷയിലും വേറെ വേറെ രീതിയിലാണോ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഈ യൂണിറ്റിൽ ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? ഒരു സമ്മിശ്രമായ ചിത്രമാണ് ശരിക്കും പഠനങ്ങൾ തരുന്നത്. ഓഹോ, അതെ. ചില പഠനങ്ങൾ പറയുന്നത് വളരെ നന്നായി ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ചിലപ്പോൾ ഈ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു കുറഞ്ഞ സ്കോർ കാണിച്ചേക്കാം എന്നാണ്. ആണോ? അതുപോലെ ചില പ്രത്യേക പഠന രീതികളും പിന്നെ ഈ അനാലജി സോൾവിംഗ്, അതായത് സാമ്യതകൾ കണ്ടെത്താനുള്ള കഴിവ്, അതുമായി ഒരു നെഗറ്റീവ് ബന്ധം കണ്ടതായും ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പ്രത്യേകിച്ച് ഈ അനാലജി സോൾവിംഗ് പറഞ്ഞത്. ഇതിൽ പ്രായമൊരു ഘടകമാണോ? അതായത് എപ്പോഴാണ് രണ്ടാമത്തെ ഭാഷ പഠിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണോ? അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ യൂണിറ്റിൽ പറയുന്നത് ഏകദേശം ഒരു 12 വയസ്സിന് ശേഷം രണ്ടാം ഭാഷ പഠിച്ചവർക്ക് അവർക്ക് ഈ അനാലജി സോൾവിംഗ് ടെസ്റ്റുകളിൽ കുറച്ചുകൂടി ഉയർന്ന സ്കോറുകൾ കിട്ടിയെന്നാണ്. പക്ഷേ അതേസമയം വളരെ ചെറുപ്പത്തിൽ തന്നെ രണ്ടാം ഭാഷ പഠിച്ചവർ അവർ കൂടുതൽ സ്വാഭാവികമായി ആ ഭാഷ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അതായത് കോമ്പിറ്റന്റ് മൾട്ടിലിംഗ്വൽസ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ളവരാകാനാണ് സാധ്യത. അപ്പോൾ അതും ഒരു സങ്കീർണമായ വിഷയമാണല്ലേ? അതെ. തലച്ചോറിന്റെ ആ ഒരു പ്ലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചെറുപ്പത്തിൽ പഠിക്കുന്നത് ആ ഭാഷയുടെ ഒഴുക്കിനും സ്വാഭാവികതയ്ക്കും നല്ലതാണ്. എന്നാൽ ചിലപ്പോൾ മുതിർന്നു പഠിക്കുന്നത് ചില പ്രത്യേക ചിന്താശേഷികളെ, ഈ പറഞ്ഞ പോലെ അനാലജി സോൾവിംഗ് പോലെയുള്ളവയെ മെച്ചപ്പെടുത്തുന്നുണ്ടാവാം. ശരിയാണ്. ഈ സങ്കീർണതകളൊക്കെ മാറ്റി നിർത്തിയാൽ പൊതുവെ ബഹുഭാഷാത്വം കൊണ്ട് ഗുണങ്ങളാണോ കൂടുതലെന്നാണോ ഈ പഠനം പറയുന്നത്? അതായത് ഭാഷാപരമായ കഴിവിനപ്പുറം വേറെന്തൊക്കെ വൈജ്ഞാനിക നേട്ടങ്ങൾ? തീർച്ചയായും ഒരുപാട് നേട്ടങ്ങൾ ഈ ഭാഗത്ത് എടുത്തു പറയുന്നുണ്ട്. പ്രധാനമായിട്ടും കോഗ്നിറ്റീവ് നേട്ടങ്ങളാണ്. ഒന്നാമത്തത് മെച്ചപ്പെട്ട മെറ്റാലിംഗ്വൽ അവബോധം, അതായത് എൻഹാൻസ്ഡ് മെറ്റാലിംഗ്വൽ അവയർനെസ്. മെറ്റാലിംഗ്വൽ അവബോധം എന്നുവെച്ചാൽ ഭാഷ വെറുമൊരു ടൂൾ മാത്രമല്ല, അതിന്റെ ഘടന, അതിന്റെ നിയമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ആഴത്തിലുള്ള മനസ്സിലാക്കൽ. മനസ്സിലായി. ഉദാഹരണത്തിന്, ഒരു വാക്യത്തിൽ എന്തെങ്കിലും വ്യാകരണ പിശകുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താനുള്ള കഴിവ് അത് കൂടും. ഓക്കെ. ഭാഷയെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് കൂടുന്നു. പിന്നെ ശ്രദ്ധയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. ശ്രദ്ധയുടെ കാര്യം വളരെ പ്രധാനമാണ്. ഈ ശ്രദ്ധ വ്യതിചലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഡിസ്ട്രാക്ഷൻസ്. അതിന് നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൂടും. അതെങ്ങനെയാ? കാരണം ഒന്നിലധികം ഭാഷയെ അറിയുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ മറ്റേ ഭാഷയെ മനസ്സുകൊണ്ട് അമർത്തി വെക്കേണ്ടി വരും, അല്ലേ? ശരിയാണ്. ഈ ഒരു പ്രോസസ് അത് തലച്ചോറിലെ ആ ശ്രദ്ധയെ നിയന്ത്രിക്കുന്ന സിസ്റ്റത്തിനെ, എക്സിക്യൂട്ടീവ് കൺട്രോൾ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തും. ഇത് പ്രായമാകുമ്പോൾ വരുന്ന ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ, മാനസിക തളർച്ച, അതിനെയൊക്കെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. അത് കൊള്ളാമല്ലോ. അതുപോലെ ഓർമ്മശക്തി, കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനുള്ള കഴിവ്, അതായത് ഷാർപ്പർ മെമ്മറീസ് ആൻഡ് ലിസ്ണിംഗ് സ്കിൽസ്, അതും വർദ്ധിക്കും. ഈ ശ്രദ്ധ, ഓർമ്മ, ഇതൊക്കെ ഭാഷയുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണല്ലോ. ഇതുമായി വലിയ ബന്ധമില്ലാത്ത കഴിവുകളും മെച്ചപ്പെടുമോ? സ്പേഷ്യൽ എബിലിറ്റി പോലെ. അതെ, അതും പറയുന്നുണ്ട്. സ്പേഷ്യൽ കഴിവുകൾ, അതായത് സ്ഥലങ്ങളെയും രൂപങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതും മെച്ചപ്പെടാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, ചിന്താപരമായ വഴക്കം. അതെ, ചിന്താപരമായ വഴക്കം, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്ത മാറ്റാനുള്ള കഴിവ്, ഒരു പ്രശ്നം വന്നാൽ അതിനെ പല ആംഗിളിൽ കാണാനുള്ള കഴിവ്, ഇതൊക്കെ കൂടും. നിങ്ങൾ പഠിക്കുന്ന എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ഇത്. അതെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ മാനസിക വ്യായാമം എന്ന ആശയം ഇവിടെ ശരിക്കും യോജിക്കുന്നുണ്ടല്ലേ? ഈ വഴക്കം കൂടുന്നത് പ്രശ്നപരിഹാരശേഷിയെയും സഹായിക്കുമല്ലോ. തീർച്ചയായും.
ഈ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ പ്രശ്നപരിഹാരശേഷി മെച്ചപ്പെടും, ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷി, അതായത് ഹയർ ഓർഡർ തിങ്കിങ്, അത് വർദ്ധിക്കും. പിന്നെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. അതെ, ക്രിയേറ്റിവിറ്റി, ആശയപരമായ വികാസം, കൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, അനലോജിക്കൽ റീസണിംഗ്, പിന്നെ വ്യത്യസ്തമായ ചിന്തകൾ, ഡൈവേർജന്റ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, അതും മെച്ചപ്പെടും. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചില പഠനങ്ങളിൽ അനലോജി സോൾവിങ്ങിൽ ഒരു നെഗറ്റീവ് ബന്ധം കണ്ടെന്ന്. ഇപ്പോൾ പറയുന്നു അനലോജിക്കൽ റീസണിംഗ് മെച്ചപ്പെടുമെന്ന്. അതെങ്ങനെയാ? അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, പഠനങ്ങൾ കുറച്ച് സമ്മിശ്ര ഫലങ്ങളാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ആ നെഗറ്റീവ് ബന്ധം കണ്ടത് ഏതെങ്കിലും പ്രത്യേക തരം അനലോജി ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ ഭാഷാ പ്രാവീണ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിലോ മാത്രമായിരിക്കാം. പക്ഷേ ഒരു ബ്രോഡ് പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കുന്നത് അത് തലച്ചോറിനെ പല രീതിയിൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അത് പൊതുവെ സർഗാത്മകതയ്ക്കും യുക്തിചിന്തയ്ക്കും ഗുണകരമാവുന്നു എന്നാണ് ഭൂരിഭാഗം കണ്ടെത്തലുകളും പറയുന്നത്. പോരാത്തതിന് അക്കാഡമിക് കാര്യങ്ങളിലും, അതായത് സ്കൂളിലെ പ്രധാന വിഷയങ്ങളിലൊക്കെ ബഹുഭാഷാ വിദ്യാർത്ഥികൾ പലപ്പോഴും മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ കണ്ടെത്തലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നിലധികം ഭാഷ അറിയുന്നത് തലച്ചോറിനൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയാമല്ലേ? തീർച്ചയായും. ഇത് വെറുതെ കുറേ വാക്കുകൾ കൂടുതൽ അറിയുക എന്നതിനപ്പുറം ഓർമ്മ, ശ്രദ്ധ, പ്രശ്നപരിഹാരം, ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് കോഗ്നിറ്റീവ് കഴിവുകളെ അത് പരിപോഷിപ്പിക്കുന്നുണ്ട്. അതെ, ഭാഷാപരമായ നേട്ടങ്ങൾ ഒരു ഭാഗത്ത്, അതിനപ്പുറം വ്യക്തിയുടെ ഒരു മൊത്തത്തിലുള്ള ബുദ്ധിപരമായ വളർച്ച, ചിന്താശേഷി, ഇതിനെയൊക്കെ ബഹുഭാഷാത്വം കാര്യമായിട്ട് സ്വാധീനിക്കുന്നുവെന്ന് ഈ യൂണിറ്റ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ആ മാനസിക വ്യായാമം ശരിക്കും തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ ഒരു MA സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ പറയുന്ന കോഗ്നിറ്റീവ് നേട്ടങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ബഹുഭാഷാത്വത്തിന്റെ ഈ സ്വാധീനത്തെ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കണം? ഇതിന്റെ പ്രായോഗിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? അതൊന്ന് ആലോചിച്ചു നോക്കൂ.